വെൽക്കം ടു പോസിറ്റീവ് വൈബ്സ് ഓർ പോസിറ്റീവ് ലൈഫ്. ഇന്നത്തെ കാലത്ത് നമ്മൾ പേരൻസ് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലമാണ് കുഞ്ഞുങ്ങളിലെ മൊബൈൽ അഡിക്ഷൻ. 1-2 വയസ്സായ കുഞ്ഞുങ്ങൾക്ക് പോലും എപ്പോഴും മൊബൈൽ കയ്യിൽ വേണം. മൊബൈൽ ഇല്ലെങ്കിൽ ഫുഡ് കഴിക്കില്ല, അല്ലെങ്കിൽ വല്ലാണ്ട് നിർബന്ധം എടുക്കുന്നു. കുഞ്ഞുങ്ങളെ മൊബൈൽ ഇല്ലാതെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ. ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾ പേരൻസ് തന്നെയാണ് കുഞ്ഞുങ്ങളിൽ ഈ ഒരു അഡിക്ഷൻ ഉണ്ടാവാനായിട്ടുള്ള റീസൺ. നമുക്ക് ഫ്രീ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ വഴക്കൊഴിവാക്കാൻ വേണ്ടി, അവർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി ഒക്കെ നമ്മൾ ഫോൺ കൊടുത്തങ്ങ് ശീലിപ്പിക്കും. പക്ഷേ ഇതുകൊണ്ട് കുഞ്ഞുങ്ങളിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവുന്നുണ്ട്. എൻ്റെ മോൻ ചെറുപ്പത്തിൽ ഒരുപാട് ഫോൺ യൂസ് ചെയ്യുമായിരുന്നു. അവനൊരു 6-7 മാസമായ സമയം തൊട്ട് ഞാൻ മൊബൈലിൽ കാണിച്ചിട്ടാണ് ഫുഡ് കൊടുത്തുകൊണ്ടിരുന്നത്. അതുപോലെ അവനൊന്ന് സംസാരിച്ച് തുടങ്ങുന്ന ഒരു ഏജൊക്കെ ആയ സമയത്ത് ഞാൻ ഹസ്ബൻഡിൻ്റെ ഒപ്പം ദുബായിലായിരുന്നു. അപ്പം അവിടെ ഫ്ലാറ്റിൽ ഒറ്റയ്ക്കിരിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ജോലികളൊക്കെ തീർക്കണമെങ്കിൽ മോൻ എവിടെയെങ്കിലും സ്വസ്ഥമായിട്ടിരിക്കണം. അങ്ങനെ ഞാൻ കുഞ്ഞിൻ്റെ കയ്യിൽ ഫോൺ കൊടുക്കുമായിരുന്നു. അങ്ങനെ ഫോൺ ഒരുപാട് യൂസ് ചെയ്ത് അവൻ സംസാരം പിന്നോട്ടായി. അവനൊരു 2-2.5 വയസ്സ് വരെ സംസാരിക്കില്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ സ്പീച്ച് തെറാപ്പിക്കൊക്കെ കൊണ്ടുപോയതിന് ശേഷമാണ് ആളുടെ സംസാരമൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന ഒരുപാട് പേരൻസ് ഉണ്ട്, പ്രത്യേകിച്ച് കേരളത്തിന് വെളിയിൽ ജോലി ചെയ്യുന്നവർ. കാരണം അവിടെ കുട്ടികൾക്ക് മറ്റുള്ള കുട്ടികളുമായിട്ട് കളിക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ വളരെ കുറവാണ്. അതുപോലെ വീട്ടിൽ വേറെ മെമ്പേഴ്സ് ഇല്ല. അപ്പം നമ്മൾ തന്നെ കുഞ്ഞുങ്ങളെ ഹാൻഡിൽ ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പം ഓട്ടോമാറ്റിക്കലി പേരൻസ് കുഞ്ഞുങ്ങളെ ഒന്ന് അടക്കിയിരുത്താൻ വേണ്ടി കണ്ടെത്തുന്ന എളുപ്പ വഴിയാണ് മൊബൈൽ ഫോൺ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോബ്ലം നല്ല രീതിയിൽ അനുഭവിച്ച ഒരു അമ്മ തന്നെയാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഈ ഒരു മൊബൈൽ ഉപയോഗം കൊണ്ട് കുഞ്ഞുങ്ങളിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ട്. മൊബൈലിലെ ഹാംഫുൾ റേസ് കൊണ്ട് കുഞ്ഞുങ്ങളുടെ ബ്രെയിനിന് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ഡെവലപ്മെൻ്റൽ ഇഷ്യൂസ് വരുന്നുണ്ട്. ഐ പ്രോബ്ലംസ്, ഇമോഷണൽ പ്രോബ്ലംസ്, അഡിക്ഷൻ, അതുപോലെ തന്നെ സ്ലീപ്പിംഗ് ഇഷ്യൂസ്. പിന്നെ കുറച്ച് മുതിർന്ന കുട്ടികളാണെങ്കിൽ അവർ പഠിത്തത്തിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാതെ കൂടുതൽ സമയം മൊബൈലിലേക്കായി പോവുക, അല്ലെങ്കിൽ ഗെയിമിന് അഡിക്റ്റായി പോവുക. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് എല്ലാം ഈ ഒരു മൊബൈൽ അഡിക്ഷൻ കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ കുഞ്ഞുങ്ങളെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഒന്നാമതായിട്ട് നമ്മൾ കുഞ്ഞുങ്ങൾക്കൊരു റോൾ മോഡലാവുക. കുട്ടികൾ എപ്പോഴും അവരുടെ പേരൻസിനെ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യും. അപ്പോൾ ചെറിയ കുട്ടികൾ നമ്മൾ പേരൻസിനെ നോക്കിക്കഴിയുമ്പം നമ്മളെപ്പോഴും ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്കും അത് ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. ഇപ്പോൾ ചെറിയ കുട്ടികളെയൊക്കെ കണ്ടിട്ടില്ലേ, അവർ ഫോൺ ചെയ്യുന്നതായിട്ട് ആക്ട് ചെയ്ത് കളിക്കും. അതായത് അവർ നോക്കുമ്പോൾ എപ്പോഴും പേരൻസ് ഒന്നെങ്കിൽ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും ഫോൺ ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് കാണുമ്പം കുട്ടികൾ ഓട്ടോമാറ്റിക്കലി ആ ഫോണിനോട് വല്ലാത്തൊരു അട്രാക്ഷൻ കുട്ടികളിൽ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഒരു ഫോണിൻ്റെ യൂസേജ് കുറയ്ക്കുക. അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ നമ്മുടെ അടുത്ത് ഇല്ലാത്തപ്പം, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഉറങ്ങിയതിന് ശേഷം, അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ കൂടുതലായിട്ട് നമ്മൾ മൊബൈൽ യൂസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. രണ്ടാമതായിട്ട്, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിൻ്റെ മൊബൈൽ അഡിക്ഷൻ മാറ്റാനായിട്ട് തീരുമാനിച്ചെങ്കിൽ അതൊരു സ്ട്രോങ് ഡിസിഷനായിട്ട് എടുക്കുക. അതായത് അതൊന്ന് കുറയ്ക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പറ്റുമ്പം നടക്കട്ടെ, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, അങ്ങനെയല്ല നിങ്ങൾ തീരുമാനിക്കേണ്ടത്. ഇന്ന് മുതൽ എന്തൊക്കെ വന്നാലും ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ അഡിക്ഷൻ മാറ്റിയെടുത്തിരിക്കും, അല്ലെങ്കിൽ ഇനി എത്ര കരഞ്ഞാലും എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടായാലും കുഞ്ഞിന് ഞാനിനി ഫോൺ കൊടുക്കില്ല. അങ്ങനൊരു സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനം നിങ്ങൾ പേരൻസ് എടുക്കണം. പിന്നെ ഈ ഒരു ഡിസിഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞ് എത്ര വാശി പിടിച്ച് കരഞ്ഞാലും, എത്ര ഫുഡ് കഴിക്കില്ലെന്ന് പറഞ്ഞാലും, എന്തൊക്കെ വന്നാലും ഫോൺ കൊടുക്കാതിരിക്കുക. നമ്മൾ പേരൻസിനൊരു പ്രശ്നമുണ്ട്. നമ്മൾ കുഞ്ഞുങ്ങളോട് പറയും, ഞാനിനി നിനക്ക് മൊബൈൽ തരില്ല, അല്ലെങ്കിൽ ആ ഒരു കാര്യം ഞാൻ ചെയ്തു തരില്ല. അങ്ങനെ നമ്മൾ പറഞ്ഞിട്ട് കുഞ്ഞുങ്ങൾ എന്തിനെങ്കിലും നിർബന്ധമെടുത്ത് കരയുകയോ എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പം, അല്ലെ നമ്മുടെ പിന്നാലെ നടന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, എനിക്കൊരു 5 മിനിറ്റ് തരുമോ, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് തരുമോ, പ്ലീസ് 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 ചോദിക്കുമ്പം നമ്മളതെടുത്ത് കൊടുക്കും. അപ്പോൾ നമ്മുടെ വാക്കിന് അവിടെ ഒരു വിലയും ഇല്ലാതാകും. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവുന്നത് എന്താ, അമ്മ വേണ്ടാന്ന് പറഞ്ഞാലും അമ്മയുടെ അടുത്ത് 2-3 തവണ ചോദിക്കുകയോ ഒന്ന് കരയുകയോ ചെയ്താൽ അമ്മ തരും. അപ്പോൾ ആ രീതിയിലൊരു മെസ്സേജ് നിങ്ങൾ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് കൊടുക്കാതിരിക്കുക. അമ്മ നോ പറഞ്ഞാൽ അവിടെ നോ തന്നെയാണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. ഇനി കുഞ്ഞ് കരയുന്നു, അല്ലെങ്കിൽ കുഞ്ഞ് ഫുഡ് കഴിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വീണ്ടും വീണ്ടും മൊബൈൽ കൊടുത്താൽ പിന്നെ ഒരു കാരണവശാലും നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാതാവും. അതുകൊണ്ട് കരയുവാണെങ്കിൽ ഒരു 2-3 ദിവസം കരയുമായിരിക്കും, കരയട്ടെ.
അല്ലെങ്കിൽ 2 ദിവസം ഫുഡ് കഴിച്ചില്ല എന്ന് വിചാരിച്ച് കുഞ്ഞിനൊന്നും പറ്റില്ല. അതിനേക്കാൾ കൂടുതൽ പ്രോബ്ലംസാണ് ഈ മൊബൈൽ കണ്ട് ഫുഡ് കഴിക്കുന്നത് കൊണ്ട് കുഞ്ഞിനുണ്ടാകുന്നത്. കുഞ്ഞ് വിശക്കുമ്പോൾ അവൻ തന്നെ കഴിച്ചോളും. 1-2 ദിവസം കരയുമായിരിക്കും. കിട്ടില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കുഞ്ഞ് വീണ്ടും തനിയെ ഫുഡ് കഴിച്ച് തുടങ്ങിക്കോളൂ. ഇനിയിപ്പോൾ തീരെ ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ നമുക്ക് ചെറിയ ട്രിക്സൊക്കെ യൂസ് ചെയ്യാം. അതായത് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിട്ട് അമ്മയുടെ ഫോൺ കേടായിപ്പോയി എന്ന് പറയാം. അല്ലെങ്കിൽ നെറ്റ് ഓഫ് ചെയ്തിട്ട് കുഞ്ഞിന് യൂട്യൂബ് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിലൊന്നും കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ പറയുക, അയ്യോ ഫോൺ കേടായിപ്പോയി, ഇനിയിപ്പോൾ ഇതെന്ത് ചെയ്യും എന്നൊക്കെ നമ്മൾ അങ്ങോട്ട് പറയുക. അപ്പോൾ കുഞ്ഞുങ്ങൾ വിശ്വസിച്ചോളും, ഓക്കെ അമ്മയുടെ ഫോൺ കേടാ, ഇനി എനിക്കിത് കാണാൻ പറ്റില്ല. ഈ കാര്യങ്ങൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഫുൾ ടൈം മൊബൈലിലിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്നത് മാറിക്കഴിയുമ്പം വല്ലാത്തൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരു സിറ്റുവേഷൻ വരും. അപ്പോൾ നമ്മൾ മുൻകൂട്ടി തന്നെ നമ്മുടെ ക്വാളിറ്റി ടൈം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൊടുക്കുക. അല്ലെങ്കിൽ കുറച്ച് സമയം ടി വിയിലൊക്കെ കാർട്ടൂൺ വെച്ച് കൊടുത്താലും ഈ മൊബൈലിൻ്റെ അത്രയും വലിയ പ്രോബ്ലം ഒന്നുമില്ല. മാക്സിമം ഡെയിലി ഒരു 1 മണിക്കൂർ അല്ലെങ്കിൽ ഏറ്റവും കൂടിപ്പോയ ഒരു 2 മണിക്കൂർ വരെ നമുക്ക് ടി വിയിൽ പല സമയത്തായിട്ട് പ്രോഗ്രാംസൊക്കെ വെച്ച് കൊടുക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, കുഞ്ഞുങ്ങൾക്ക് അവരുടെ സമയം വെറുതെ ഇരിക്കാനായിട്ട് ഒട്ടും ഇഷ്ടമല്ല. അപ്പം നമ്മൾ പേരൻസ് കൂടുതൽ നല്ല ടോയ്സൊക്കെ വാങ്ങിക്കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ പിയർ ഗ്രൂപ്പ്സിലുള്ള കുട്ടികളുമായിട്ട് കളിക്കാനായിട്ടുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഒരു 3 വയസ്സ്, 2.5-3 വയസ്സൊക്കെ ആയ കുഞ്ഞുങ്ങളാണെങ്കിൽ നമുക്ക് അവരെ ചെറിയ പ്ലേ സ്കൂളുകളിലൊക്കെ വിടാം. അപ്പോൾ അവരുടെ കൂട്ടുകാരുടെ കൂടെയൊക്കെ കളിച്ച് കഴിയുമ്പോൾ ഈ ഒരു ഒരുപാട് അഡിക്ഷനുള്ള കുട്ടികൾക്ക് അതൊന്ന് കുറഞ്ഞു കിട്ടും. അതുപോലെ തന്നെ നമുക്കും അവരുടെ കൂടെ ഇരുന്ന് കളിക്കാം. നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് നമ്മുടെ ഈ പ്ലേയിങ് ബ്ലോക്സ് ഒക്കെ ഇല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ കളറിങ് ബുക്സ്, കളേഴ്സ്, ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കാം. അങ്ങനെ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു സമയം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇപ്പോൾ വലിയ കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്കൊരു ടൈം ലിമിറ്റ് സെറ്റ് ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് ഫോൺ കൊടുക്കാം. ഇപ്പോൾ എൻ്റെ മോനൊക്കെ ആണെങ്കിൽ അവന് ഞാൻ ഡെയിലി ഒരു 20 മിനിറ്റാണ് ഫോൺ ടൈമായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയം അവന് ഗെയിം കളിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സെർച്ച് ചെയ്യാനോ ഒക്കെ ഈ ഒരു ഫോൺ യൂസ് ചെയ്യാറുണ്ട്. ആ ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ കറക്റ്റായിട്ട് ഞാൻ ആ ഫോണ് തിരിച്ചു വാങ്ങി വയ്ക്കാനും ശ്രദ്ധിക്കാറുണ്ട്. കാരണം കുട്ടികൾ അവരുടെ പ്രായത്തിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും പഠിച്ചിരിക്കണം. ഇപ്പോൾ ഒരാളെ ഒന്ന് ഫോൺ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയക്കണമെങ്കിൽ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു 7-8 വയസ്സായ കുഞ്ഞുങ്ങൾ പഠിച്ചിരിക്കണം. ഒരു അത്യാവശ്യ ഘട്ടം വന്നാൽ അവർക്കത് ഒരുപാട് യൂസ്ഫുൾ ആകും. അപ്പോൾ നമ്മൾ ഫോൺ എന്ന് പറയുന്ന കാര്യം കൈകൊണ്ട് തൊടിയിക്കില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ട് കാര്യമില്ല. ഇന്നത്തെ ഈ ഒരു സൊസൈറ്റിയിൽ ജീവിച്ചു പോരാനായിട്ട് എല്ലാം അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിനുള്ള ഒരു സമയം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. പക്ഷേ അത് ഒരിക്കലും അഡിക്ഷനിലേക്ക് പോവാതിരിക്കാൻ പേരൻസ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു 20 മിനിറ്റ്സ് ഞാൻ ഫോൺ തരാമെന്നും പറഞ്ഞത് കൊടുത്തിട്ട് നമ്മളങ്ങ് നമ്മുടെ കാര്യം നോക്കി പോയിട്ട് കാര്യമില്ല. കറക്റ്റ് ആ 20 മിനിറ്റ്സ് കഴിയുമ്പോൾ അത് വാങ്ങി വെക്കുന്ന കാര്യം കൂടി പേരൻസ് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ കുഞ്ഞുങ്ങൾ എന്തൊക്കെയാണ് ഫോണിൽ ചെയ്യുന്നതെന്നുള്ള കാര്യം പേരൻസ് പ്രത്യേകം ശ്രദ്ധിക്കുക. പല പല ആപ്ലിക്കേഷൻസ് ഉണ്ടാകും, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വഴിതെറ്റിപ്പോകാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു മൊബൈലിലുണ്ട്. അപ്പോൾ പേരൻസ് എപ്പോഴും കെയർ എടുക്കുക. ചില സൈറ്റുകളിലേക്കൊക്കെ പോകാതിരിക്കാൻ, അതൊക്കെ ബ്ലോക്ക് ചെയ്തിടാനായിട്ടുള്ള ആപ്ലിക്കേഷൻസൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. കുറച്ച് വലിയ കുട്ടികളുടെ പേരൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ യൂസ് ചെയ്യാം. അതായത് ഒരു 13 വയസ്സിനൊക്കെ മേലെയുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ അതൊക്കെ ആ ആപ്ലിക്കേഷൻസൊക്കെ യൂസ് ചെയ്ത് ആവശ്യമില്ലാത്ത എല്ലാ സൈറ്റുകളും ബ്ലോക്ക് ചെയ്തതിന് ശേഷം മാത്രം കുഞ്ഞുങ്ങൾക്ക് ഫോൺ കൊടുക്കുക. ഏറ്റവും പ്രധാനം കുട്ടികളുടെ കൂടെ പേരൻസ് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം കുഞ്ഞുങ്ങൾക്ക് ബോറടിക്കുന്നതാണ് മൊബൈൽ യൂസ് ചെയ്യാനുള്ള മെയിൻ കാരണം. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ നിങ്ങൾ കളിക്കാൻ വിടുക. പണ്ട് കാലത്ത് കുട്ടികളൊക്കെ പുറത്ത് ഒരുപാട് സമയം കളിക്കുമായിരുന്നു. ഇന്ന് നമുക്ക് അങ്ങനെ വിശ്വസിച്ച് വിടാനായിട്ട് പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല. എങ്കിൽ പോലും നമുക്ക് അതുപോലെ വിശ്വസിക്കാൻ പറ്റുന്ന ആളുകൾക്കിടയിൽ, അല്ലെങ്കിൽ കുട്ടികളുടെ ഫ്രണ്ട്സിനിടയിൽ തന്നെ കുറച്ച് സമയം അവരുടെ കൂടെ കളിക്കാനായിട്ട് വിടുക. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ക്ലബ്ബുകളിലൊക്കെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു 7-8 വയസ്സായി കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും സ്പോർട്സ് ക്ലബ്ബിൽ, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഗെയിംസിലേക്ക് പറഞ്ഞു വിടാം. അങ്ങനെയൊക്കെ അവരുടെ ടൈം കുറേ സ്പെൻഡ് ചെയ്ത് കഴിയുമ്പം ഓവറായിട്ടുള്ള ഒരു മൊബൈൽ യൂസേജ് ഓട്ടോമാറ്റിക്കലി കുറഞ്ഞോളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ.